ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് മൈ ഏരിയ. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് UAE ഒരു കൊച്ചു കേരളത്തിൽ തന്നെയാണ്. ഇത് ഞങ്ങളുടെ കസിൻ്റെ വീടാണ്, പപ്പയുടെ പെങ്ങളുടെ മോൻ്റെ വീടാണ്. ഷാർജയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല രസമാണ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എന്ന് പറയാം. പലതരത്തിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പെറ്റ് ആനിമൽസ്, ബേർഡ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ വന്നാൽ ശരിക്കും നമ്മൾ വേറൊരു ലോകത്താണ്. ഏതാണ്ട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരില്ലേ, ആ ഒരു പ്രതീതിയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഈ വില്ല കോമ്പൗണ്ടിൽ ആകെ കൂടെ 2 ഫാമിലീസേ ഉള്ളൂ. ഒന്ന് സോജൻ്റെ ഫാമിലി, അതായത് മേലെയാണ് ഇവർ നിൽക്കുന്നത്, താഴെ ഇവരുടെ വേറൊരു ഫ്രണ്ടും ഫാമിലിയാണ് നിൽക്കുന്നത്. ഈ വില്ല തന്നെ ഒരു നൊസ്റ്റാൾജിക് വില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ടത്തെ നമ്മുടെ തട്ടിൻ മോൾ എന്ന് പറയില്ലേ, ഇതേ അവിടെ സ്റ്റെയർ കണ്ടോ, ആ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമാണ്. കിച്ചു വളരെയധികം ഹാപ്പിയാണ്. കാരണം ചേട്ടന്മാരെയും ചേച്ചീനെയൊക്കെ കളിക്കാൻ കിട്ടിയ കാരണം ആള് ഭയങ്കര ഹാപ്പിയാണ്. വാവയാണെങ്കിലും ഭയങ്കര ഹാപ്പി. ഫുൾ ടൈം കറങ്ങി ഓടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. വാവയ്ക്കാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുൾ ടൈം സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കിച്ചു ആണെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ജാസ് ഡ്രംസിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. അപ്പം എല്ലാവരും അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുപേട്ടനായിട്ടും കിച്ചുവായിട്ടും എല്ലാവരും മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ABCD അറിയില്ലെങ്കിലും കിച്ചുവിൻ്റെ കൊട്ടൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയുന്ന പോലെയാണ്. നന്നായിട്ട് ഡ്രംസ് പ്ലേ ചെയ്യും കേട്ടോ. കണ്ടോ, അറിയാവുന്ന ആൾ ചെയ്തപ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്, പുറത്തും അതുപോലെ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എന്തെങ്കിലും കണ്ട് തുടങ്ങണമല്ലോ. അത് കാരണം ചാടി പുറത്തേക്ക് വന്ന്, കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റാബിറ്റും, അതുപോലെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേർഡ്സും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ, നല്ല ഒന്നാന്തരം തേനീച്ചക്കൂടാണ്. ഇത് കാടക്കോഴിയാണ് കേട്ടോ. ഇവിടെ താഴെ സെറ്റ് ചെയ്തേക്കുന്നത് കാടക്കോഴീനെയും മേലെ ലവ് ബേർഡ്സിനുമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമാണ്. പിള്ളേരൊക്കെ നന്നായിട്ട് ഇതിൻ്റെ സൗണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന കാരണം ആഡ് ചെയ്യായിരുന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ചാച്ചൂസ്. 3 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങളാണ്. ചാച്ചൂസ് ആൻറ്റി എന്ന് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ ഫിഷ് പോണ്ടൊക്കെ ഉണ്ട്, അതിനകത്ത് ഫിഷ് ഉണ്ട്. പക്ഷേ ഫിഷ് ലാസ്റ്റ് കാണാമെന്ന് വെച്ചിട്ട് പിന്നെ അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. കോവലത്തിൻ്റെ ഒക്കെ ഇങ്ങനെ പന്തൽ കാണുമ്പം ശരിക്കും നമ്മൾ നാട്ടിൽ ചെയ്യില്ലേ, അതേപോലെ. പക്ഷേ കണ്ടോ, കോവയ്ക്കൊക്കെ നിറച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സീസൺ കഴിഞ്ഞ കാരണം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അതുപോലെ ഇത് മൽബറിയാണ്. ഇനി ഇപ്പം കാണുന്നത് സ്വാനാണ്. ഇവർക്ക് വേണ്ടി ഒരു ഏവിയർ തന്നെ ഇവിടെ സോജൻ ചേട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലെ മെയിൻ ശക്തി സോജൻ ചേട്ടൻ തന്നെയാണ്. നനയും കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ്. പലതരത്തിലുള്ള പ്ലാന്റ്സും മറ്റേ നമ്മുടെ 10 മണി എന്നൊക്കെ നാട്ടിൽ പറയും, അതുപോലെ ചീരച്ചെടി എന്നൊക്കെ പറയും, അതൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഏതോ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ പീച്ചിങ്ങയും അതുപോലെ തന്നെ മുരിങ്ങക്കോലൊക്കെ കണ്ടിട്ട് എന്തോരം മുരിങ്ങക്കോലും മുരിങ്ങയൊക്കെയാണെന്നറിയോ. നല്ല രസമാണ്. നമുക്ക് ഭയങ്കര ഹെൽത്തി ആണല്ലോ.
അതുപോലെ തന്നെ മത്തങ്ങയും എല്ലാ സംഭവങ്ങളും കുറേയൊക്കെ അവർ കുത്തിയിട്ടുള്ളൂ, ഉണ്ടാവുന്നേ ഉള്ളൂ, കുറച്ച് ഉണ്ടായി കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് അത് ഒത്തിരി ആയിരിക്കണം. അപ്പോൾ ശരിക്കും നമിച്ചു എന്ന് പറയില്ലേ, അത് തന്നെ. ജാസ്മിനാണിത്. അപ്പോൾ ഇത് പൂത്ത് നിൽക്കുമ്പോഴുള്ള ഒരു മണവും ആ ഒരു ഭംഗിയും അത് ഭയങ്കര രസമാണെന്നാണ് ചേച്ചി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ സീസൺ കഴിഞ്ഞ കാരണം അതൊന്നും കാണാൻ പറ്റിയില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പീഡിയ മുളക് എന്നൊക്കെ പറയും, തൃശ്ശൂർ ഏരിയയിൽ ആ ഒരു മുളകാണിത്. അതുപോലെ ബൊഗെയിൻവില്ലയുടെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു വെറൈറ്റി കളറാണ്, ഞാൻ കണ്ടിട്ടില്ല. ഒരു ഡാർക്ക് ഒരു ഓറഞ്ച് റെഡിഷ് ആ ഒരു കളറാണ്, നല്ല രസമുണ്ട്. ഇതാ ഇനിയിപ്പം മൈലാഞ്ചി വേണോ, അതാ മൈലാഞ്ചി ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ, ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അതുപോലെ തന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് ക്രീപ്പേഴ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുമ്പം. അതുകൊണ്ട് തന്നെ ഇതൊരു ഒത്തിരി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കുറേ പ്ലാന്റ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും മെഡിസിനൽ പ്ലാന്റ്സും നോർമൽ പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റ്സും ഉണ്ട്. ഇതൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഈ ഫ്രൂട്ടിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഈ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒത്തിരി പടവലും പാവലും മത്തനും കുമ്പളവും അങ്ങനെ എല്ലാം ഞാനിവിടെ കണ്ടു. ഇത് വന്നിട്ട് അനാറാണ്, മാതള നാരങ്ങ. ഇത് കിച്ചുവിൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ വാവ് വാവ് എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടായിരുന്നു. പിന്നെ ഇത് ചെറുതാന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. കിച്ചു അത് ആ വണ്ടിയിൽ കയറി പോവാണ്. നടന്ന് കാല് ക്ഷീണിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ വേഗം ട്രോളിയൊക്കെ എടുത്തോണെന്ന് അതിലൊക്കെ ഇരുത്തിയിട്ടാണ് ആളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചാച്ചൂസും കൂടെ കയറിയിരുന്നു. അപ്പോൾ രണ്ടുപേരും കയറിയിരുന്ന് ഓടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നടന്ന് എൻ്റെ കാലും വയ്യാണ്ടായി. അങ്ങനെ അത്രയ്ക്ക് അവിടെ കാണാനുണ്ട്. നമ്മുടെ നാട്ടിലെ വള്ളിപ്പയർ എന്ന് പറയും, അതാണ്. ഇനി അടുത്തത് ബേർഡ്സിൻ്റെ സെക്ഷനാണ്. പല ടൈപ്പ് ഓഫ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. അതായത് പാരറ്റ്സ്, അത് തന്നെ വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, അങ്ങനെ പലതും. ബേബിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് ഈ ബേർഡ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്.
മുരിങ്ങയൊക്കെ അടിപൊളിയായിട്ടാണ് വളരുന്നത്. മുരിങ്ങ എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്ലവർ നമുക്ക് ഉപ്പേരി വെക്കാം, അതുപോലെ ഇല ഉപ്പേരി വെക്കാം. മുരിങ്ങക്കായ നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ടാണ്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ പ്ലേ ഗ്രൗണ്ട്. ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ആള് വണ്ടിയിലിരിക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന അലക്കുകല്ല്, അതിൻ്റെ സൈഡിലായിട്ട് ഒരു പുഴയുടെ സൈഡിലൊക്കെ നിൽക്കുന്ന പോലത്തെ ചെടി അടിപൊളിയല്ലേ ഇവിടെ നിന്ന് അലക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ടെറസിൽ കയറിയേക്കുവാണ്. ഈ ഒരു ഏരിയ കണ്ടാൽ നമുക്ക് ആദ്യം കാണുമ്പോൾ തോന്നും ഇത് കുറേ ഉള്ളിലോട്ടായിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ ഒരിക്കലും അല്ല. ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് അതിൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ ഒരു വില്ല, അത് അടിപൊളിയാണ്. ഇനി ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ കാണുന്നത് ഇവരുടെ ടെറസ് ഗാർഡനാണ്. വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയില്ലേ, അതേപോലെ നമുക്കൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ഇങ്ങനെ ഈ പ്ലേ ഗ്രൗണ്ടിൽ ഇവിടെ പിള്ളേരൊക്കെ കൂടി കളിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാൾ കൂടി എല്ലാവരും ഒന്ന് കാണാൻ പറ്റി. അതുപോലെ തന്നെ നല്ല രസം. ഒരു എന്താ പറയുക, നമ്മൾ നാട്ടിൽ പോയി വരുമ്പം എങ്ങനെ ഉണ്ടാവും അതേപോലെ ഒരു ഫീലാണ് എനിക്ക് അവിടെ നിന്ന്. എനിക്കെന്നല്ല, അനുപെണ്ണായാലും കൊച്ചുങ്ങൾക്കായാലും നാട്ടിൽ പോയി വന്നൊരു ഫീലാണ്. ചേച്ചിയാണെങ്കിൽ കുറേ സാധനങ്ങളും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിലോട്ട് നമ്മളിപ്പോൾ ഹോസ്റ്റലിലേക്ക് അമ്മമാർ തന്നേക്കില്ലേ, അതേപോലെ ഒക്കെ തന്നേക്കുണ്ടായി. അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. കിച്ചുവിന് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരണമെന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് മാത്രം.
ചാച്ചൂസിനാണ് ഏറ്റവും ഇഷ്ടമായത്. ചാച്ചൂസിനെ അവന് വിടാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ചാച്ചൂസിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം വീട്ടിലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് അവസാനം വണ്ടി കയറിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനിയും കുറച്ച് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.